നാം സഞ്ചാരികളുടെ യാത്ര ഇന്ന് പോകുന്നത് കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ കലവൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ മരിയൻ തീർത്ഥാടന കേന്ദ്രവും ഒരു സാമൂഹിക സാംസ്കാരിക കേന്ദ്രവുമായ കൃപാസനത്തിലേക്കാണ്. ഏകദേശം വെളുപ്പിന് 6 മണിയോടെ ഞങ്ങൾ കൃപാസനം ധ്യാന കേന്ദ്രത്തിലെത്തി. ആലപ്പുഴ ലത്തീൻ രൂപതയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. മരിയൻ ഉടമ്പടിയാണ് മറ്റുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്നും കൃപാസനത്തെ വ്യത്യസ്തമാക്കുന്നത്. കൃപാസനം എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കരുണയുടെ ഇരിപ്പിടം എന്നാണ്. 1990 മുതൽ ചെറിയ രീതിയിലുള്ള കൗൺസിലിംഗ് മാത്രമാണ് നടത്തിയിരുന്നതെങ്കിലും 1991 മുതൽ ആർത്തുങ്കൽ പള്ളിയുടെയും മറ്റ് തീരദേശ ധ്യാനങ്ങളും നടത്തുന്നതിനുള്ള ഒരു സ്ഥലമായി കൃപാസനം മാറി. മരിയൻ ഉടമ്പടിയെക്കുറിച്ചുള്ള ലഘുലേഖകളാണ് ചുവരിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഉടമ്പടി എടുക്കാനുള്ള ടോക്കൺ ലഭിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രധാന ആരാധനാ ഹാൾ. മരിയൻ ഉടമ്പടി 2024 7 കൃപാസനത്തിന്റെ സ്ഥാപകനായ ജോസഫ് വലിയ വീടിൽ മറിയത്തിന്റെ പ്രത്യക്ഷം ഉണ്ടായി. മരിയൻ ഉടമ്പടി വിശദീകരണം ലഭിക്കുകയും ചെയ്തു. കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്നവർക്ക് ദൈവവുമായി ഒരു ഉടമ്പടി കരാറിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. 90 ദിവസത്തെ ഉടമ്പടിയിൽ ഉടമ്പടി നിബന്ധനകളെല്ലാം കൃത്യമായി ചെയ്യുന്നയാൾക്ക് കാര്യസാധ്യം ലഭ്യമാകുമെന്നാണ് വിശ്വാസം. ബൈബിളിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയാണ് കൃപാസനത്തിലെ ഉടമ്പടി. 2020 മുതൽ കൊറോണ പകർച്ചവ്യാധി മൂലം യാത്രാ നിയന്ത്രണങ്ങൾ ഉണ്ടായപ്പോൾ ഓൺലൈൻ ഉടമ്പടി ഇന്റർനെറ്റ് സഹായത്തോടെ എടുക്കാനുള്ള സാഹചര്യവും നിലവിൽ വന്നു. ധ്യാനകേന്ദ്രത്തിന് മുന്നിലായി ചായയും മെഴുകുതിരിയും നേർച്ചയ്ക്കുള്ള പൂക്കളും വിൽക്കുന്ന വിൽപ്പനക്കാരെ കാണാം. സഞ്ചാരികളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. പുതിയ യാത്രയുമായി വീണ്ടും നിങ്ങളിലേക്ക്